വയനാട് ദുരന്തം മുതൽ ഇങ്ങോട്ട് പല പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും സർക്കാരുമൊക്കെ കാര്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ദുരന്തം കഴിഞ്ഞാൽ MLA PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളാണ്. അത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണം, ADGPയുമായി ബന്ധപ്പെട്ട ആരോപണം, ഒപ്പം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ P ശശിക്കെതിരായുള്ള ആരോപണവും. അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാഗം വ്യക്തമാക്കുവാനെത്തിയ മുഖ്യമന്ത്രി 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് അതിൽ 53 മിനിറ്റിലേറെയും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയായിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായുള്ള ചില കടുത്ത ചോദ്യങ്ങളും, ആ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വലിയ ഭീഷണിയാണ്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന താക്കീത് പറയാതെ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനി അതല്ല, കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രമാധ്യമ സ്ഥാപനം വ്യാജ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പാർട്ടി നേതൃത്വത്തിൽ ചലിക്കുന്ന ദേശാഭിമാനിയാണെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കുന്നു. കൂടെ ചില ഉദാഹരണങ്ങളും. ചാരക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കള്ളപ്രചരണങ്ങളും ദേശാഭിമാനി നടത്തിയിരുന്നു. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ പ്രതിപക്ഷ പാർട്ടിയിലെ പല നേതാക്കന്മാർക്കെതിരെയും വ്യാജ വാർത്തകൾ ചമച്ചുവിടുന്ന ഒരു മാധ്യമമായി ദേശാഭിമാനി മാറുകയും ചെയ്തു. ഒപ്പം തന്നെ മോൻസൺ മാവുങ്കലിലെ വലിയ തട്ടിപ്പുകളെ ശരിയെന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതും ദേശാഭിമാനിയാണ്. KM മാത്യുവിൻ്റെ പേരിൽ വ്യാജ കത്ത് നിർമ്മിച്ചതും ദേശാഭിമാനിയാണ്. അങ്ങനെ ദേശാഭിമാനി എന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖപത്രത്തിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരോപണങ്ങൾ അഴിച്ചുവിട്ടത്. എന്തുകൊണ്ട് ആ മാധ്യമ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. 1 മണിക്കൂർ 40 മിനിറ്റാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ 58 മിനിറ്റിൽ 53 മിനിറ്റും സംസാരിച്ചത് മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധ്യമങ്ങൾക്കെതിരായി അദ്ദേഹം ഒരു കേസുണ്ടാക്കി, അദ്ദേഹം തന്നെ വിചാരണ നടത്തി, അദ്ദേഹം തന്നെ ശിക്ഷ വിധിച്ച് നിങ്ങളെ എല്ലാവരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരും വ്യാജ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ടാണ്. നമ്മുടെ KSU നേതാവായിരുന്ന ആലപ്പുഴയിലെ അൻസിൽ ജലീൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയത് ദേശാഭിമാനിയാണെന്ന് ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ചാരക്കേസ് തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ പത്രമാണ് ദേശാഭിമാനി. ഏറ്റവും വലിയ കള്ളപ്രചരണമാണ് ചാരക്കേസിൻ്റെ പേരിൽ നടത്തിയത് എന്ന് പിന്നീട് വ്യക്തമാക്കി. മോൻസൺ മാവുങ്കലിൻ്റെ വ്യാജ ചെമ്പോലയ്ക്ക് അതിന് ആധികാരികത ഉണ്ടാക്കി കൊടുത്ത പത്രം ദേശാഭിമാനിയാണ്. അവസാനം എന്തെല്ലാം കാര്യങ്ങളാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന അദ്ദേഹത്തെ KM മാത്യു സാറിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വ്യാജ കത്തുണ്ടാക്കി പ്രചരിപ്പിച്ച പത്രമാണ് ദേശാഭിമാനി. മുഖ്യമന്ത്രി ആരെയൊക്കെ പുസ്തകം വായിച്ചല്ലോ ഇതിൻ്റെ ഇടയിൽ. മുഖ്യമന്ത്രി ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം കൂടി ഒന്ന് വായിക്കണം. അതിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരിക്കുന്ന പലരെക്കുറിച്ചും വ്യാജ വാർത്ത ചമച്ചവരെ കുറിച്ചുമൊക്കെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥ ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. മുഖ്യമന്ത്രി ഒളിച്ചു കളിച്ചു. ഇന്ന് യഥാർത്ഥത്തിൽ ഏത് കേസിലാണ്? തൃശ്ശൂർ പൂരം കലക്കിയ കേസിന്റെ അന്വേഷണം ഇല്ലേ? 2024 ഏപ്രിൽ 21 അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ ഉത്തരവിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ്. ഒരാഴ്ച കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച വീണ്ടും നീട്ടിക്കൊടുക്കുന്നവർ എന്താണ് 5 മാസം അന്വേഷിക്കാൻ? തൃശ്ശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ, തൃശ്ശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ 5 മാസം കഴിഞ്ഞു. ഒരാഴ്ചക്കകം റിപ്പോർട്ട് തള്ളണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട്
5 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിലിരിക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാൽ റിപ്പോർട്ടും കിട്ടില്ല. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ഒരു അന്വേഷണവും അതിൻ്റെ പുറത്ത് നടന്നിട്ടില്ല എന്നുള്ളത് വിവരാവകാശത്തിലൂടെ ബോധ്യപ്പെട്ടതാണ്. അതായത് ഒരാഴ്ച കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ യാതൊരു വിലയുമില്ലാത്ത പോലീസാണെങ്കിൽ, അല്ലെങ്കിൽ പോലീസ് സേനയെ നയിക്കുവാൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെങ്കിൽ രാജിവെച്ച് പോവുക തന്നെയാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ കേസെടുക്കുകയും മറ്റു ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ കേസെടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അതായത് ആ അന്വേഷണങ്ങൾ നടന്നാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായും ചോദ്യങ്ങൾ ഉയരുമെന്ന് ബോധ്യമുള്ള കേസുകളിലൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കാതെ എന്നാൽ തന്നിലേക്ക് ബാധിക്കാത്ത വിഷയങ്ങളിൽ മാത്രം കേസുകൾ എടുക്കുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ഭയം കൊണ്ടാണ് എന്ന രീതിയിലും പറഞ്ഞു വെക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.